സ്വാഗതം. വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നും വരുമാനം കണക്കാക്കുന്ന രീതിയും, വരുമാന സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആയതിന്മേൽ തർക്കമുണ്ടെങ്കിൽ അപ്പീൽ നൽകേണ്ട രീതിയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. സംസ്ഥാനത്തിനകത്തെ ആവശ്യത്തിലേക്കാണെങ്കിൽ, അതായത് സംസ്ഥാനത്തിനകത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളായ അഡ്മിഷൻ, സ്കോളർഷിപ്പുകൾ, വിവിധ പെൻഷനുകൾ എന്നീ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി സമർപ്പിക്കേണ്ട വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നുമാണ് വാങ്ങേണ്ടത്. 1 വർഷമാണ് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. എന്നാൽ ഏതെങ്കിലും പ്രത്യേക ആവശ്യത്തിലേക്കാണ് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി സമർപ്പിച്ചത് എങ്കിൽ പ്രസ്തുത ആവശ്യം കഴിയുന്നതുവരെ കാലാവധി ഉണ്ടായിരിക്കുന്നതാണ്. അതായത് 3 വർഷ കാലയളവിലെ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയാണ് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി സമർപ്പിച്ചതെങ്കിൽ ഡിഗ്രി പൂർത്തിയാകുന്നതുവരെ ഈ വരുമാന സർട്ടിഫിക്കറ്റിന് കാലാവധി ഉണ്ടായിരിക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ വരുമാനം കണക്കാക്കുന്ന രീതി ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും സ്ഥിരമായി ആർജിക്കുന്ന എല്ലാത്തരം വരവുകളുടെയും ആകെ തുകയാണ് വരുമാനം. ഇത്തരത്തിൽ 1 വർഷം അപേക്ഷകന്റെ കുടുംബത്തിന് എത്ര വരുമാനമുണ്ടെന്ന് നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്കായി അപേക്ഷാ തീയതിയിൽ നിന്ന് പിന്നിലേക്കുള്ള 1 വർഷത്തെ ആകെ സ്ഥിര വരവുകളെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷകന്റെ കുടുംബത്തിന് എത്ര വരുമാനമുണ്ടെന്ന് നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്കായി അപേക്ഷാ തീയതിയിൽ നിന്ന് പിന്നിലേക്കുള്ള 1 വർഷത്തെ ആകെ സ്ഥിര വരവുകളെയാണ് പരിഗണിക്കുന്നത്. വരുമാനം തിട്ടപ്പെടുത്തുമ്പോൾ കുടുംബാംഗങ്ങളായി പരിഗണിക്കുന്നത് അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക, അപേക്ഷകൻ്റെ ഭാര്യ അല്ലെങ്കിൽ അപേക്ഷകയുടെ ഭർത്താവ്, അപേക്ഷകൻ്റെ മാതാപിതാക്കൾ, ഒരുമിച്ച് താമസിക്കുന്ന സഹോദരി സഹോദരന്മാർ എന്നിവരെയാണ് കുടുംബാംഗങ്ങളായി പരിഗണിക്കുന്നത്. അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക, അപേക്ഷകൻ്റെ ഭാര്യ, അപേക്ഷകയുടെ ഭർത്താവ്, അപേക്ഷകൻ്റെ മാതാപിതാക്കൾ, ഒരുമിച്ച് താമസിക്കുന്ന സഹോദരി സഹോദരന്മാർ. വിവാഹിതരായ മക്കൾ ഒരു കുടുംബത്തിൽ ഒരുമിച്ച് താമസിച്ചാലും അവരെ പ്രത്യേക കുടുംബമായി കണക്കാക്കി അവരുടെ കുടുംബ വാർഷിക വരുമാനം പ്രത്യേകമായി തന്നെ കണക്കാക്കുന്നതാണ്. അവിവാഹിതരായ അപേക്ഷകരുടെ കാര്യത്തിൽ മാത്രമേ മാതാപിതാക്കളുടെ വരുമാനം കുടുംബ വാർഷിക വരുമാനമായി ഉൾപ്പെടുത്തുകയുള്ളൂ. വരുമാനം നിർണ്ണയിക്കുന്നതിനായി കണക്കാക്കുന്ന സ്ഥിര വരവുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ശമ്പളം, സർവീസ് പെൻഷൻ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ, കൃഷിയിൽ നിന്നുള്ള വരുമാനം, കൂലിപ്പണിയിൽ നിന്നുള്ള വരുമാനം, 6 മാസത്തിലധികമായി ലഭിക്കുന്ന ഓണറേറിയം, വാടക, ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള പലിശ എന്നീ സ്ഥിര വരവുകളെയാണ് വരുമാനം നിർണ്ണയിക്കുന്നതിനായി കണക്കാക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി ഈ ഡിസ്ട്രിക്റ്റ് പോർട്ടലിൽ ഓൺലൈനായി സ്വയം അപേക്ഷിക്കുകയോ അല്ല എങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രം മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രം തയ്യാറാക്കുന്ന അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ: റേഷൻ കാർഡിൻ്റെ ശരിപ്പകർപ്പ്, ആധാർ കാർഡിൻ്റെ ശരിപ്പകർപ്പ്, സ്വന്തമായി വീടില്ലാത്ത വ്യക്തിയാണെങ്കിൽ വാടക ചീട്ട് അല്ലെങ്കിൽ വാടക കരാറ്, ശമ്പളം വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്, പെൻഷൻ വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ പെൻഷൻ വാങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽസ്,
വില്ലേജ് ഓഫീസിൽ ഭൂമിയുടെ കരം അടച്ച രസീത്, ഇൻകം ടാക്സ് റിട്ടേൺ നൽകുന്ന വ്യക്തിയാണെങ്കിൽ ആയതിൻ്റെ ഡീറ്റെയിൽസ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ നൽകി സാധാരണ 6 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന തീയതി മുതൽ 1 വർഷം വരെ ഉണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങൾക്കും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. വില്ലേജ് ഓഫീസർ അനുവദിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിലും വില്ലേജ് ഓഫീസർ വരുമാന സർട്ടിഫിക്കറ്റ് നിരസിക്കുകയോ ചെയ്താൽ തഹസീൽദാർക്ക് അപ്പീൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അകാരണമായി സർട്ടിഫിക്കറ്റ് നിരസിക്കുക, തെറ്റായ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക, നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റ് അനുവദിക്കാതിരിക്കുക തുടങ്ങിയ ആക്ഷേപങ്ങൾ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ചതോ നിരസിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചതോ ആയ തീയതി മുതൽ അഥവാ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതായ നിശ്ചിത തീയതിയിൽ നിന്നോ 30 ദിവസത്തിനകം അപേക്ഷകന് അപ്പീൽ അധികാരി മുമ്പാകെ അപ്പീൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പീൽ അപേക്ഷയിൽ മേൽ 50 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പും അഡ്വക്കേറ്റ് മുഖേനയാണ് അപ്പീൽ അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ 100 രൂപയുടെ ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് സ്റ്റാമ്പും പതിപ്പിച്ചിരിക്കേണ്ടതാണ്. കൂടാതെ അപേക്ഷയോടൊപ്പം ലഭിച്ച സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അല്ല എങ്കിൽ നിരസിച്ചു കൊണ്ടുള്ള നിരസിക്കൽ അറിയിപ്പ് എന്നിവ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 30 ദിവസത്തിന് ശേഷം സമർപ്പിക്കുന്ന അപ്പീൽ അപേക്ഷ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറുപടി നൽകുന്നതാണ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.